ഹായ് ഓൾ, കീം 2024 അലോട്ട്മെന്റ് പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കോഴ്സുകളെക്കുറിച്ചും ആ കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന കോളേജുകളെക്കുറിച്ചും വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം. സോ ഒരു വ്യക്തമായ ധാരണ എന്ന് മനസ്സിലാക്കേണ്ട ശരിക്കും ആ കോളേജുകൾ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കിൽ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്, ആ കോളേജുകളിലെ ഫെസിലിറ്റീസ് എന്താണ്, അവിടുത്തെ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബേസ് ചെയ്താണ് ശരിക്കും ഉണ്ടാവുക. അപ്പം കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഈ ഒരു കാര്യങ്ങളെ ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ഡാറ്റ തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഒരു കോഴ്സ് എടുത്തു, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒരു കോഴ്സ് എടുത്തു. ആ കോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏറ്റവും ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് ആയത് ഏത് കോളേജിലാണ് എന്നുള്ള ഡാറ്റ അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അലോട്ട്മെന്റ് കൊടുക്കുക. സോ നമുക്കിപ്പോൾ കറസ്പോണ്ടിങ്ങിൽ നമ്മുടെ റാങ്ക് ഒരു 6000 ആണെങ്കിൽ ആ 6000 കറസ്പോണ്ടിങ് ആയിട്ടൊരു കോഴ്സ് നമ്മൾ നോക്കും. ആ കോഴ്സ് വന്ന് വീണിട്ടുള്ള കോളേജുകൾ നമ്മൾ നോക്കും ഇൻ ദ ഓർഡർ ഓഫ് G, N ആൻഡ് S. അപ്പം നിങ്ങൾ അലോട്ട്മെന്റിൽ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്ന 3 കോഡുകളാണ് ജിയും എന്നും എസും. അപ്പം എന്താണ് G എന്ന് വെച്ചാൽ, G സ്റ്റാൻഡ്സ് ഫോർ ഗവൺമെന്റ് കോളേജസ്, അതായത് ഗവൺമെന്റ് എയ്ഡഡ് കോളേജസ്. 8000 ഇയർലി ഫീസ് കാറ്റഗറിയിൽ പെടുന്ന കോളേജുകളാണ് ജിയുടെ അണ്ടറിൽ വരിക. മറ്റൊന്നാണ് N എന്ന് പറയും, അത് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളാണ്. കോസ്റ്റ് ഷെയറിംഗ് കോളേജുകൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ മെറിറ്റ് സീറ്റിൽ ഏകദേശം 35,000 അടുത്താണ് നിങ്ങളുടെ ഫീസ് പറയുന്നത്. അതിനുശേഷമാണ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് വരുമ്പം അത് ഒരു ഇയറിലെ ഫീസ് മെറിറ്റ് സീറ്റുകളിൽ 75,000 അടുത്തുള്ള രീതിയിലാണ്, ആ ഒരു റേഞ്ചിലാണ് വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ നമ്മുടെ അലോട്ട്മെന്റിൽ ലാസ്റ്റ് റാങ്കൊക്കെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും, G എഴുതിയ കോളേജുകളിൽ കുറച്ചും കൂടെ ഉയർന്ന റാങ്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ നേടാൻ സാധിക്കത്തുള്ളൂ. അതിലൊരു ഫാക്ടർ ഫീസ് തന്നെയാണെന്ന് പറയാം, മറ്റൊന്ന് ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനി വരുന്ന സീരീസ് ഓഫ് വീഡിയോസിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ കോഴ്സുകൾ അനലൈസ് ചെയ്തിട്ട് ആ കോഴ്സുകളുടെ ബേസിൽ ഇപ്പോൾ കേരളത്തിലുള്ള ടോപ്പായിട്ടുള്ള ലാസ്റ്റ് റാങ്കിൻ്റെ ബേസിസിൽ മാത്രം, കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കിൻ്റെ ബേസിസിൽ മാത്രം കേരളത്തിൽ ഉള്ള ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതാണെന്നുള്ളൊരു അനാലിസിസ് ആണ് നടത്തുക. അതുപോലെ നമ്മുടെ കീം ചാനലിൽ തന്നെ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്കൊരു ക്യാമ്പസ് മാപ്പാണ്. ആ ക്യാമ്പസ് മാപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുന്ന പ്രധാനപ്പെട്ട കോളേജസിലേക്കൊക്കെ ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബ്രീഫായിട്ട് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സോ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആക്ച്വലി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൻ്റെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കിൻ്റെ ബേസിൽ ഉള്ള കോളേജുകളെ, ബി ഗവൺമെൻറ് ആയിക്കോട്ടെ, കോസ്റ്റ് ഷെയറിംഗ് കോളേജ് ആയിക്കോട്ടെ, സെൽഫ് ഫിനാൻസിങ് കോളേജ് ആയിക്കോട്ടെ, ആദ്യത്തെ 15 കോളേജുകളെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് ജസ്റ്റ് ഒന്ന് ടോപ്പ് കാറ്റഗറിയിൽ ഓർഡർ ഇതാക്കാൻ പോവുകയാണ്. ഇത് എക്സാക്ട്ലി തേർഡ് അലോട്ട്മെൻറ്റ് ബേസിലാണ്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ബേസ് വെച്ചിട്ടാണ് ശരിക്കും ഇവിടെ CS-ന്റെ റാങ്കിങ് നമ്മൾ പറയുന്നത്. സോ CS റാങ്ക് ഇപ്പോൾ നമുക്കിപ്പം ഓരോ കോഴ്സുകളുടെയും ബേസിൽ കോളേജുകളിലെ റാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ഷിഫ്റ്റ് ചേഞ്ചുകൾ വരുന്നുണ്ട്. അപ്പം സാധാരണ ഇപ്പം നിലവിൽ ഡിമാൻഡ് ആയിട്ടുള്ള കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് തന്നെയാണ്. ആ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൻ്റെ ടോപ്പ് കാറ്റഗറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗവൺമെൻറ് കോളേജസ് ആയ ആദ്യത്തെ 2 പൊസിഷനിൽ വന്നിട്ടുള്ളത്, ഒന്ന് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രമാണ് ഫസ്റ്റ് പൊസിഷനിൽ. അതിൽ 649 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ കീം റാങ്ക് എന്ന് പറയുന്നതിന് തേർഡ് അലോട്ട്മെൻറ്റ്. അതിനുശേഷം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂരിൽ ഫൈനലി കട്ട് ഓഫ് ആയ റാങ്ക് 1127 ആയിരുന്നു കീമിൻ്റെ റാങ്ക്. അത് രണ്ടായിരുന്നു ആദ്യത്തെ 2 പൊസിഷൻസിൽ വന്നതിന് ശേഷം മോഡൽ എഞ്ചിനീയറിംഗ് കോളേജാണ് തൃക്കാക്കര. അതിന് പ്രത്യേകത ഇറ്റ്സ് ഗവൺമെൻറ് കോളേജ്, ഇറ്റ്സ് എ കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. കുറച്ചുകൂടെ ഫീസ് കൂടുതലായിരിക്കും, പക്ഷേ അവിടുത്തെ റാങ്ക് കട്ട് ഓഫ് CS-ന് 1740 ആയിരുന്നു. പിന്നെ TKM ആയിരുന്നു, ദാറ്റ് ഈസ് TKM കോളേജ്, കൊല്ലത്തുള്ള കോളേജ്. പിന്നെ MAC, ദാറ്റ് ഈസ് കോതമംഗലത്തുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അതിൻ്റെ റാങ്ക് 2660 ആയിരുന്നു. അതിനുശേഷം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം, അതിനുശേഷം NSS പാലക്കാട്. പിന്നെ ഗവൺമെൻറ് കോളേജസിൻ്റെ ഓർഡറിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. GEC കണ്ണൂർ വന്നിട്ടുണ്ട്. പിന്നെ ജനറൽ കാറ്റഗറിയിലെ കാര്യങ്ങളാണ് പറയുന്നത്. ജനറൽ കാറ്റഗറിയിൽ അല്ലാത്ത രീതിയിൽ അഡ്മിഷൻ എടുക്കുന്ന 2 കോളേജസുകളുണ്ട്, മാനന്തവാടി, വയനാട്. അതും നിങ്ങൾക്ക് ഫീ റിഡക്ഷൻ്റെ ബേസിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന കോളേജസാണ്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് കാറ്റഗറിയിലേക്കാണ്. ഇപ്പോൾ നമ്മൾ കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളുടെ കാര്യം പറഞ്ഞപ്പം ഈ 1 to 10 പൊസിഷൻസിൽ വന്നൊരു കോളേജാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. അതുപോലെ 11th പൊസിഷനിൽ നമ്മുടെ CS കാറ്റഗറി 11th പൊസിഷനിൽ വരുന്നൊരു കോളേജാണ് ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത്, നമ്മുടെ പാപ്പനംകോട് ട്രിവാൻഡ്രത്തുള്ള കോളേജ്. 11th പൊസിഷനിലാണ്. കഴിഞ്ഞ വർഷം CS റാങ്ക് കട്ട് ഓഫ് ആയ ശരിക്കും 4224 ആയിരുന്നു കേരള റാങ്ക്. ഫൈനലി CS-ന് തേർഡ് അലോട്ട്മെൻറ്റിലൂടെ പോയത്. പിന്നെ പറയാൻ പറ്റുന്നൊരു കോളേജ് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ 2 പ്രധാനപ്പെട്ട കോളേജാണ്. അതൊന്ന് രാജഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കൊച്ചിയിലുള്ളത്, അവിടുത്തെ റാങ്കിങ് 6234 ആയിരുന്നു. മറ്റൊന്ന് മുത്തൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്, അവിടുത്തെ ലാസ്റ്റ് റാങ്ക് 7828 ആയിരുന്നു.
പിന്നെ അനലൈസ് ചെയ്യുമ്പോൾ പിന്നെ കോസ്റ്റ് ഷെയറിംഗ് കോളേജായ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂരുണ്ട്, പിന്നെ നമുക്ക് FIT അങ്കമാലി എന്ന് പറഞ്ഞ കോളേജ്. ഇതാണ് ടോപ്പ് 15 കോളേജസ് അക്കോർഡിംഗ് ടു CS റാങ്കിങ്. അപ്പം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അവസാനമായി 15 കോളേജിൽ കട്ട് ഓഫ് ആയിട്ടുള്ളത് ശരിക്കും ഏറ്റവും ഫൈനൽ റാങ്ക് എന്ന് പറഞ്ഞാൽ 9463 ആയിരുന്നു. പിന്നെ ഉണ്ട് ശരിക്കും ക്രൈസ്റ്റ് കോളേജ്, ഇരിങ്ങാലക്കുട, മാർബസേലിയസ്, അതിനുള്ള കുറച്ച് കോളേജസ് ഉണ്ടെങ്കിൽ പോലും ശരിക്കും CS എഞ്ചിനീയറിംഗ് ഗവൺമെൻറ് കോളേജുകളിൽ ഏകദേശം ഈ പറഞ്ഞ പോലെ മാനന്തവാടിയും വയനാടും മാറ്റി അസൈഡ് ദാറ്റ് ഒരു 4000-ന് താഴെ ാണ് ശരിക്കും കട്ടായിട്ടുള്ളത്. 4004 റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ശരിക്കും ഈ പറഞ്ഞ കോളേജസുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, അഡ്മിഷൻ കിട്ടത്തുള്ളൂ ഗവൺമെൻറ് കോളേജസിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 10,000-ൽ താഴെ റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു CS ഈ ലാസ്റ്റ് റാങ്കിൻ്റെ ബേസിലുള്ള ടോപ്പ് കോളേജസിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സെക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് EC-EEE പോലെയുള്ള ബാക്കി ബ്രാഞ്ചുകളെ കുറിച്ചും അനലൈസ് ചെയ്യണം. കാരണം ഈ ഒരു ഓർഡർ തന്നെ എല്ലാ കോളേജസിലും ഉണ്ടാവണമെന്നില്ല. കാരണം ഇതിനകത്ത് ഇപ്പം ബാട്ടൺ ഹിൽസ് പറഞ്ഞിട്ടില്ല. അത് ശരിക്കും EC-യുടെ കേസിലേക്ക് വരുമ്പം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹിൽസ് വരും. അപ്പം അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങൾ നമുക്കിനി നോക്കേണ്ടതായിട്ടുണ്ട്. സോ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങൾ വെക്കുന്ന കോഴ്സിനെ കുറിച്ച് പ്രോപ്പറായിട്ടൊരു ധാരണ വേണം. നിങ്ങൾക്ക് സീനിയേഴ്സായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ഇടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളെക്കുറിച്ച്, അതിൻ്റെ ബ്രാഞ്ചുകൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ബ്രാഞ്ച് നോളജും വിത്ത് കോളേജ് നോളജും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എടുക്കുന്ന കോഴ്സിന് ആക്ച്വലി ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ EC-EEE ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അത് ബേസിലുള്ള ടോപ്പ് റാങ്കിലുള്ള കോളേജസിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. സോ സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.